അമ്മ എന്താ ഒന്നും പറയാത്തെ? ആരാ എന്താന്നൊക്കെ അറിയാതെ ആരെന്തു വന്ന് ചോദിച്ചാലും സമ്മതിച്ചോളൂ. ഒരുത്തനൊരു ജോലി വേണേ പപ്പനാദ്യം എന്നോടല്ലേ ചോദിക്കേണ്ടത്? അവനറിയാൻ നടക്കില്ലെന്ന്. പണ്ട് ഇതുപോലെ ഒരുത്തന് ജോലി കൊടുത്തത് അമ്മ മറന്നിട്ടില്ലല്ലോ. കൊടുക്കൻ ഞാൻ അവനെ ചവിട്ടി പുറത്താക്കേണ്ടി വന്നു. ഇത് അങ്ങനെയല്ലടാ മോനെ, അവനെ കണ്ടാലറിയാം പാവം പയ്യനാ. ഒരു നിവർത്തിയില്ലാത്തോണ്ടല്ലേ മറ്റൊരാളുടെ വീട്ടില് ജോലിക്ക് വരണത്. മുറ്റത്ത് വന്ന് ചോദിക്കുമ്പോ എങ്ങനെ വയ്യാന്ന് പറയാ, അതും ഒരു മലയാളി. അമ്മ ഇങ്ങനെ ഒരു പാവമായി പോയല്ലോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി ഇഷ്ടം പോലെ അയക്കോ. എന്നിട്ട് അവനവിടെ എന്താ? എന്റെ മാഷെ, നമുക്ക് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റണം. എല്ലാം പഠിച്ച് പാസ്സായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഇത് നോക്കിയേ, ഞാൻ ഈ കോണമി ഇങ്ങനെ ബുദ്ധിപൂർവ്വം ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് സർക്കസ് പോയിട്ടാ അല്ല. അതാ പറഞ്ഞേ, എന്നെ പോലെ സാഹസികമായ കാര്യങ്ങൾ ചെയ്താൽ പിന്നെ നമുക്ക് എല്ലാവരും ഞെട്ടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് കുട്ടി നോക്കൂ, നോക്കൂ, ഇതിങ്ങനെ പതുക്കെ ഇതിനകത്തോട്ട് ഇടാൻ നേരത്തെ നീ എന്താടാ പറന്നു നടന്നാണോ ജോലി ചെയ്യുന്നത്? ഈ പപ്പൻ പറഞ്ഞായിരുന്നേ ജോലി ചെയ്യുമ്പോ പറന്ന് നിക്കണോന്ന്. അതാ പശുവിനെ നോക്കാൻ വന്നവൻ ആ ജോലി മാത്രം ചെയ്താ മതി. അന്ന് കേറിയില്ല, അതിനുമുമ്പ് കിടപ്പുമുറി വരെ എത്തിയല്ലോടാ. അയ്യോ, ഇത് കുട്ടിയുടെ കിടപ്പുറിയാ? സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ആണോ? കേറി പോടിയാത്ത്. ബേട്ടാ, ഇവിടെന്താ ചക്ക വീണു പോലെ ഒരു ശബ്ദം കേട്ടത്? അയ്യോ, ചക്കയല്ല, ഞാനാ വീണത്. ഈ ബൾബ് മാറ്റിയിടാൻ വേണ്ടി വീണതാ. ആഹാ, എന്നിട്ട് ബൾബ് മാറ്റിയോ? ഇല്ല, അത് ഈ വീണപ്പോ പറന്നുപോയി. അതാ. പറന്നു പോവേ? മനസ്സിലായില്ലേ? അമ്മയെ തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരെയൊക്കെ പിടിച്ച് പണിക്ക് വെച്ചാ ഇങ്ങനെ ഇരിക്കും. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ സേവനം ഫാമിൽ മതി, വീട്ടിൽ വേണ്ട. പേടിക്കണ്ട, കാണുന്ന ചൂടേ ഉള്ളൂ, പാവാ. കണ്ട അമ്മയുടെ മോനാണെന്ന് പറയേയില്ല. ശരിയാ നീ പറഞ്ഞത്. എല്ലാരും പറയും അവന് ചാച്ചയുടെ അതേ ചായയാണെന്ന്. എങ്ങനെ വേണമെങ്കിൽ തിന്നാ മതി. മല്ല് പറഞ്ഞ കേട്ടില്ലേ, നിന്റെയൊക്കെ കാര്യം മാത്രം നോക്കിയാ മതിയെന്ന്. എന്റെ പട്ടി നോക്കും. എരുമയുടെ സ്വഭാവം ഇവിടെ കാണിക്കരുത് കേട്ടാ. നിനക്ക് എന്തിന്റെ കുറവാ ഇവിടെ? മര്യാദക്ക് തിന്നാനാ പറഞ്ഞു. ഒരുമാതിരി എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. തിന്നണ്ട, ഞാൻ നിനക്ക് ഉരുട്ടി ഉരുട്ടി വായിലോട്ട് വെച്ചു തരാം. എടാ നീ കുറച്ച് സാധനങ്ങളൊന്ന് ചന്തയിലെത്തിക്കണം. ഇയാളെ കൊണ്ട് ഓടും. എടാ, എനിക്കിവിടെ 100 കൂട്ടം പണികളില്ലേ. എന്ത് ചെയ്യാം, ഞാൻ മല്ലുവിന്റെ വിശ്വസ്തനായി പോയില്ലേ. എന്താ ആലോചിക്കുന്നത്? ഒന്നും ആലോചിക്കണ്ട, ഒന്നും ആലോചിക്കണ്ട. പെട്ടെന്നല്ലേ വണ്ടിയോടെ കിടക്കല്ലേ. പുല്ലുമായിട്ട് രാവിലെ അങ്ങ് ഇറങ്ങിക്കോളും. ചെല്ല്, ചെല്ലടാ. എന്താ, എന്തിനാ വിളിച്ചേ? ഞാനേ നാട് വിട്ടാലോ ഒന്ന് ആലോചിക്കാം. നിന്നെ കൂട്ടി കാര്യങ്ങളൊക്കെ എന്റെ കൈവിട്ടു പോവുകയാണോ എന്ന് എനിക്കൊരു സംശയം. എന്ത് പറ്റി? ഒന്നെങ്കിൽ നിന്റെ ഭൈ എന്നെ തല്ലിക്കൊല്ലും, അല്ലെ അവന്മാരെല്ലാം കൊണ്ട് എന്നെ തല്ലിക്കൊല്ലും. രണ്ടായാലും തല്ലുറപ്പാ. അയ്യോ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മതിലിയാടി പോവാടി. അതാവുമ്പോ എനിക്ക് നല്ല പരിചയമാ. വിട്ടോ, ആരും കാണണ്ട, ഞാനും ടൗണിലേക്കാ. എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. മല്ലു കൊണ്ടാ ചീത്ത പറയും. ഇറങ്ങിക്ക. പ്ലീസ് അങ്ങനെ പറയല്ലോ, ഒരു അത്യാവശ്യ കാര്യത്തിനാ. ഓരോ അത്യാവശ്യം നടക്കില്ല മോളെ, വെറുതെ അത്യാവശ്യം നിലയിലാക്കാൻ വേണ്ടിട്ട്. ഇറങ്ങിക്ക. പ്ലീസ്. വണ്ടി എടുക്ക്, അവൾ എന്നെ അന്വേഷിച്ചു വരിക. വേഗം പ്ലീസ്. വണ്ടിന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞത്. വണ്ടി എടുക്ക്, തലമുണ്ട ഞാൻ അടിച്ച് പൊട്ടിക്കും. അങ്ങനെ മര്യാദക്ക് പറ, അല്ലാതെ ഒരുമാതിരി പേടിപ്പിച്ച് കാര്യം നടത്താൻ നോക്കല്ലേ. എല്ലാം കറക്റ്റ് കമ്പനികളാണല്ലോ.
എന്തോ ദീദിയെ കണ്ടോ? പൂവല്ലോ ദീദി. ഞാനെങ്ങും കണ്ടില്ല. ഉവ്വ. ദീദി, ദീദി. ഇവിടെ എന്താ ടോളുണ്ടോ? ഹലോ, എന്താ? ഇങ്ങോട്ട് ഇറങ്ങിക്കേ. എന്തിനാ? ഈ ചരക്ക് ഞാൻ എത്തിച്ചോളാം. അത് ശരിയാവില്ല. ഞങ്ങളൊന്ന് ലൈഫ് പ്ലാൻ ചെയ്യട്ടെ. എന്റെ ലൈഫിന്റെ പ്ലാൻ പോവും. ഇങ്ങോട്ട് വന്നേ, ഞാൻ പറഞ്ഞുതരാം. എന്താ കാണിക്കണേ? ആ, ഞാൻ വിളിച്ചില്ലേടി. നീ പോയില്ലേ? ഞാൻ പറയട്ടെ. ഹിറ്റ്ലർ മാതാ കുട്ടി കുടിച്ചോടി. പേടിച്ചിട്ടൊന്നുമില്ല, ഞാനൊന്നും ചെയ്യാറില്ല. നീ ചെയ്യണം കേട്ടോ. എന്താടാ ഇവിടെ? വേണ്ട വേണ്ടെന്ന് പലതവണ പറഞ്ഞ ഇത്രയും വലിയ കമ്പി കഷ്ണം കാണിച്ച് പേടിപ്പിച്ചു. സത്യമായിട്ടും പേടിച്ചിട്ടാ. എന്താ നിനക്കെന്താ വട്ട് പിടിച്ചോ? എത്ര നേരമാടാ മാർക്കറ്റ് കാത്തിരിക്കുന്നേ? നീ ഇവിടെ നിന്ന് വട്ട് കളിക്കാ? അല്ല ഞാൻ അത് പിന്നെ ഈ മൊത്തത്തിൽ പാടം പൂത്ത് വെക്കുന്ന കണ്ടപ്പം ഈ തന്നത്ത് മൂത്രമൊഴിക്കാൻ മുട്ടിയപ്പം ഈ ചൂടാണല്ലോ, അതുകൊണ്ടാ. ആ, ഇത് ഞാൻ കൊണ്ടുപോയിക്കോളാം. നീ ചൂട് മാറിയിട്ട് ബൈക്കുമായിട്ട് കടയിലേക്കല്ലേ? ശരി. എന്താണ്? അത് പറ്റില്ല, അത് പറ്റില്ല. എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ലല്ലോ. വേണ്ട, ബൈക്ക് ഇവിടെ ഇരിക്കട്ടെ. നീ നടന്നു വെക്കോ, പപ്പം വന്ന് എടുത്തോളൂ. അവന്റെ ഭാഗ്യം, ഒരു യുദ്ധൊഴിവായി. പോയോ? മനുഷ്യന്റെ ജീവൻ പോയി. അത് കുഴപ്പമില്ല, കളിയന്റെ ഒരു തമാശയല്ലേ. വാ കേറ്. ശരിയാ, വേഗം പോകാം. നിന്നോടല്ല, ഇവളോട്. ഇതെവിടെ കൊണ്ടുപോകണു? നിനക്കറിയില്ല ഓടിക്കാൻ. എനിക്ക് ഓടിക്കാൻ അറിയാം. ആണോ? ഭയങ്കര ഓട പഠിക്കണി. അല്ല, ഞാനത് പറഞ്ഞോണ്ട് കൊണ്ടുപോകണു. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സുന്ദരി സുന്ദരി ഒന്നിറങ്ങുക, നാളെ തനിക്കൊണ്ട് നീർ പാട്ട് പാടിയിട്ടാണോടാ എരുമയെ കറക്കുന്നത്? കറക്കുന്നത് എരുമയെ അല്ലല്ലോ. പിന്നെ ഗോമാതാവിനെ. വായി നോക്കി നിൽക്കാതെ കറക്കാൻ നോക്കടാ. ഒന്ന് കറന്നു നോക്കുന്നോ? ആരോഗ്യത്തിന് നല്ലതാ. എന്റെ ആരോഗ്യം ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ ജോലി ചെയ്താ മതി. പപ്പ, നാളെ ശ്വേതയെ പെണ്ണ് കാണാൻ കുറച്ചുപേര് വരുന്നുണ്ട്. നീ അവരെ ടൗണിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരണം. അയ്യേ, എന്തിനാ പപ്പനെ ബുദ്ധിമുട്ടിക്കുന്നത്? അക്കരെ ഞാനേറ്റളിയാ, നമ്മൾ കലക്കും. നീ എന്താ വിളിച്ചേ? പേടിച്ചാ പിന്നെ ഞാൻ എന്റെ അച്ഛനെ പോലും അളിയാന്ന് വിളിക്കുന്നത്. അഭ്യാസം എടുക്കണ്ട, നിന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട്. വായി തോന്നിയത് വിളിച്ച് കൂവിയാണ്ടല്ലോ. എടാ ഹരി, നമ്മുടെ അച്ഛന്റെ കല്യാണം മുടക്കിയത് നീ മറന്നു അല്ലേ? നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കടാ. കഴിഞ്ഞില്ലേടാ ഇതുവരെ? ഒന്ന് വേഗം വരുമോ? നീയും വാ. ഓ, ഈ ടർബൻ തലയെ കെട്ടിയിട്ട് 5 മിനിറ്റിൽ 5ാമത്തെ തവണ മൂത്രമൊഴിക്കണേ. എന്നാ പിന്നെ അഴിച്ച് സ്ഥലം മാറ്റിക്കെട്ട്. പറയുന്ന കേട്ടാ തോന്നുന്നു യുവമാരുടെ മൂത്രസഞ്ചി തലയിലായിരിക്കുന്നതെന്ന്. അല്ല പിന്നെ ടെൻഷൻ അടിച്ചിട്ടാണ്. ആ സത്യം, ഈ ആൾമാറാട്ടം നടത്തുന്നവരെ സമ്മതിക്കണം. ചോദിച്ചിട്ട് പോയടാ പണ്ടാറം. എന്തായാലും രണ്ടിനും സിക്കുകാരുടെ ലുക്കുണ്ട്. എന്റെ പൊന്നു ദൈവമേ, ലോകത്ത് ഒരു സിക്കുകാരന് ഇത്രയും ഓഞ്ഞ ലുക്ക് കൊടുക്കരുതേ. പരമ കഷ്ടം. ഈ സെന്റി അടിച്ചിട്ട് വെയിറ്റില്ലെങ്കിൽ ഈ കുപ്പി എടുത്ത് കാണിക്കണം. വിഷമാണ്. ഓക്കെ, നിങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ ഞാൻ ഈ വിഷം കഴിച്ച് ഇവിടെ ഈ വീട്ടിൽ തൂങ്ങിച്ചാകും. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞേക്കണം. ഹലോ, ഇതുപോലെ മിതമായിട്ട് ചെയ്യണം, ഓവർ ആക്കരുത്. അതെ, ഇവനിത് ഓവറാക്കും ഉറപ്പായിട്ടും. അതല്ലടാ, ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. ആണോ? അതൊക്കെ പോട്ടെ. എന്താ നിങ്ങളുടെയൊക്കെ പേര്? ഞാൻ കാർത്തി. ഞാൻ പപ്പൻ. ഇത് സുശീലൻ അല്ലേ? ഓ, ചളവാക്കും. ഇത് വിനു സിംഗ്, ഇത് സുഗു സിംഗ്. ഈ വിനു സിംഗും സുഗു സിംഗും നല്ല പച്ച മലയാളം പോലെങ്കിൽ പഞ്ചാബി പറഞ്ഞാൽ മതി. അയ്യോ,
പച്ച മലയാളം പോലൊന്നും പഞ്ചാബി പറയാൻ പറ്റില്ല. സത്യമായിട്ട് എനിക്ക് അറിയില്ല. ഈടാ നല്ല പച്ച പഞ്ചാബി. അതെങ്ങനെ? ഡേയ്, ഞാൻ പറഞ്ഞു തരാം. വെരി സിമ്പിൾ. അതായത് മറ്റേ ഈ പറഞ്ഞോളൂ. മറ്റേ ഇതില്ലടാ. ഇത് ഏത്? ഡേയ്, നീയൊക്കെ ലോകത്തുള്ള ഏത് മലയാളം ഭാഷ വേണോ പറഞ്ഞോ. മല്ലുവിന്റെ പെങ്ങൾ ശ്വേതയുടെ കല്യാണം നമുക്ക് മുടങ്ങി കിട്ടണം. അത്രേ ഉള്ളൂ. അങ്ങോട്ട് കയറിക്കോ. എനിക്കും ഭ്രാന്താവും. അല്ല ഇപ്പൊ തന്നെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് എങ്ങനെയെങ്കിലും ആലോചന മുടക്കാൻ ആവശ്യമുള്ള എല്ലാ ഗിയറും ഉണ്ട്. പോകാം. ദൈവമേ, സുബൂസ് ഇങ്ങനെ മിനൂസ് ഇങ്ങനെ കാത്തോണേ. മോനെ നിക്ക്, ഞാൻ പറയട്ടെ. എനിക്കറിയാം ഈ കല്യാണം കളിക്കുന്നത് അവനാ. മോനെ അമ്മ ഇതിൽ ഇടപെടണ്ട. നല്ല സഹകരണം. പപ്പ, എനിക്കറിയണം കാർത്തിയാണോ അവിടെ ചെന്ന് ശ്വേതയുടെ കല്യാണം നടന്ന ആത്മഹത്യ എന്ന് പറഞ്ഞത്. അയ്യോ, കാർത്തിയൊന്നുമല്ല. ഇത് രണ്ട് സിക്കാരാ, ഒരു വിനു സിംഗും ഒരു സുഗു സിംഗും. അത് നിനക്കെങ്ങനെ അറിയാം? അത് പിന്നെ ഈ പോയവർക്ക് രണ്ടുപേർക്കും തലയില് പോയവര് സിക്കാരാ. ഞാൻ അവരോട് പറഞ്ഞത്. ഞാൻ അന്വേഷിച്ചു. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. വാ. നിന്നെ കൊണ്ട് ഞാൻ എടാ, ഇങ്ങോട്ട് വന്നേ. എടാ നീ എന്റെ ചതയ നക്ഷത്രം ഒന്ന് വായിച്ചേ. ചതയോ? ചതയം. ധനനഷ്ടം, മാനഹാനി, ബന്ധുജനങ്ങളുടെ അപ്രീതി, ഉദരരോഗം, മൂലക്കുരു, രക്താർബുദം എന്നീ വ്യാധികൾക്ക് സാധ്യത. ഇതിനേക്കാളും ഇവര് മരിക്കുമെന്ന് എഴുതിയാ പോരാ. വെള്ളി ശനി ദിവസങ്ങൾ ഉത്തമം ആയി കാണുന്നില്ല. ഇന്നേതാ ദിവസം? ശനി. ഔ ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. സുശീല, എന്നാരോ വിളിച്ചു. പപ്പ, എന്തോ ചങ്കൂറ്റോ ഇല്ലാത്ത ഏതോ ഒരു നാറി എന്റെ പെങ്ങടെ കല്യാണം മുടക്കി. അവന്റെ അമ്മൂമ്മയുടെ ഒരു ഫാൻസി ഡ്രസ് ഏത് ഇരുട്ടത്തൊളിച്ചാലും ഒരു ദിവസം എനിക്ക് അവനെ വെളിച്ചത്ത് കിട്ടും. കിട്ടും കിട്ടും. കണക്ക് തീർക്കുകയും ചെയ്യും. കണക്ക് തീർക്കാമെന്നാണോ? അതേന്ന് പറടാ. അതേന്ന് കൂട്ടിക്കും. ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ കണക്കോട് ചേർത്ത് 14,343 രൂപ. ബാക്കി 2 ദിവസത്തിനുള്ളിൽ തരാം. അവൻ 2 ദിവസത്തിനുള്ളിൽ ബാക്കി തന്നേക്കാന്ന് പറഞ്ഞു. നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതാ ഞാൻ. തമാശ എന്റെ പെങ്ങളോട് വേണ്ടാന്ന്. ഇനിയൊരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവില്ല. ഇനി ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവില്ല. സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും ഇല്ലാത്ത വിഷമം എന്തിനാണോ പോയി ഡ്യൂപ്ലിക്കേറ്റ് ചേട്ടൻ? തൊട്ടിത്തരം പറഞ്ഞാണ്ടല്ലോ ആ നാക്കിനെ പിഴുതെടുക്കും. വേണ്ട, ഇങ്ങോട്ട് വന്നേ, ഒന്ന് പറയട്ടെ. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? ഞാനൊന്ന് ടെസ്റ്റ് നോക്കിയതാടാ, ഒറിജിനൽ ആണോന്ന് അറിയാം. ഒറിജിനൽ തന്നെയാ, ഹരീന്ദ്ര സിംഗ്. ഒരുമാതിരി കോപ്പിലെ ടെസ്റ്റിംഗ് ആയി പോയി. വരുന്നു. ആംബുലൻസ് വിളിച്ചിട്ട് കിട്ടിയില്ല. അത്യാവശ്യ സാധനങ്ങളുമായിട്ട് ഇങ്ങ് പോന്നു. എവിടെ കേടാ മുറിവ്? നിനക്കൊന്നും പറ്റിയില്ലേ? ഇല്ല, ഇന്നത്തേക്ക് വേണ്ടാന്ന് വെച്ചു. ആര്, നീയോ? അല്ല, അവൻ. അപ്പൊ ഇത് വേസ്റ്റ് ആയില്ലേ? അതെ, കവലയിൽ ഒന്നും നിർത്തണം കേട്ടോ. എനിക്ക് നാട്ടിലേക്ക് ഒരു മണി ഓർഡർ അയക്കാനുണ്ട്. ഓ, ചേട്ടന്റെ നാട് എവിടെയാ? മണ്ണാന്തൊടി. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് മുത്തശ്ശിയും പിന്നൊരു അനിയത്തിയും. അനിയത്തിയാ? അതെ. ചേച്ചി നല്ല സുന്ദരിയാണല്ലോ. ഭയ്യ, ഭയ്യ. ഇവളുടെ കല്യാണം കഴിഞ്ഞാണ്. അല്ല, അവൾക്കൊരാളെ ഇഷ്ടാ. കുട്ടിക്കാലം മുതലേ തുടങ്ങിയതാ. കല്യാണം കഴിക്കുകയാണെങ്കിൽ അയാളെ മാത്രമെന്ന് അവള്. പ്രേമം കൊന്നുകളയണം. ഞാനാണെങ്കിൽ അതാ ചെയ്യ. കൊന്നുകളയാം, പക്ഷെ ഒരേ രക്തമാകുമ്പോ അതത്ര എളുപ്പമല്ല. ആ തിരിച്ചറിവ് അവക്കുണ്ടെങ്കിൽ നല്ലത് പറഞ്ഞ അനുസരിക്കും. അനുസരിപ്പിക്കണം. പപ്പ, വണ്ടി നിർത്ത്.
ഞാൻ വന്നേക്കാം. എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട്. ഇത്രയും ദിവസമായിട്ട് നിനക്ക് അവനെ കൊണ്ട് ഹരിയാണെന്ന് പറയിക്കാൻ പറ്റിയില്ല. വേണ്ട, അവനെ വിട്. ആ പൂജയോടെങ്കിലും നിനക്ക് ചോദിക്കായിരുന്നില്ലേ? അവളെ ഒടിച്ച് മടക്കി കറക്കിയെടുത്ത് മണ്ണാന്തൊടിയിലേക്ക് പോരുന്നോന്ന് ചോദിക്കാൻ എനിക്ക് 2 ദിവസമേ വേണ്ടി വന്നുള്ളൂ. പക്ഷേ അവൾക്ക് ഭയ്യയെ കുറിച്ച് പറയുമ്പോ 100 നാവാ. അവരുടെ പരസ്പരമുള്ള സ്നേഹം കാണുമ്പോ ചോദിക്കാനൊരു പേടി. അബദ്ധമായി പോയാലോ? പിന്നെ നീ എന്ത് കിളപ്പാ ഉദ്ദേശിക്കുന്നത്? ദേ പറഞ്ഞ സമയം ഇപ്പൊ കഴിയും. കോടതിയിൽ കേസും പറഞ്ഞ ആണുങ്ങളെ സ്ഥലവും കൊണ്ടുപോകും. നീ ഒരു കാര്യം ചെയ്യ്. ഞാനൊരു ഉഗ്ര ഐഡിയ പറഞ്ഞു തരാം. തൽക്കാലം ഹരി എന്ന് പറഞ്ഞ് നീ ഇവനെ കൊണ്ടുപോയി അവിടെ കാണിക്കും. എന്റെ സെൽഫാശ്വസിച്ച് വളർച്ച മുരടിച്ചു പോയതാണെന്ന് പറഞ്ഞാ മതി. കാര്യം നടക്കട്ടെ. ചേട്ടാ, ഇവര് പറഞ്ഞ കേക്ക്. സ്ഥലം കിട്ടിയാ നമുക്ക് വിൽക്കാം. എന്നിട്ട് ആ കിന്നാരത്തുമ്പികളെ റീമേക്ക് ഇറക്കാം. നാട്ടിലിപ്പോ റീമേക്കുകളുടെ കാലാണല്ലോ. റീമേക്ക് കിന്നാരത്തുമ്പി കാറ്റുകളായി പോടാ. അല്ലെങ്കിൽ ഇവരെ തങ്ങളുടെ ആശയങ്ങൾക്ക് ഒരു വിലയില്ലല്ലോ ഈ നാട്ടിൽ. ഇവനൊക്കെ രക്തം ഉണ്ടോടെ? തമാശ കള. നിന്റെ ഹരിയും ആ തെണ്ടി ഹരീന്ദ്ര സിംഗും കാഴ്ചക്ക് ഒരുപോലെയാണെന്നല്ലേ നീ പറഞ്ഞ? നീ നിന്റെ അവസ്ഥ ഹരീന്ദ്ര സിംഗിനോട് പറ. എന്നിട്ട് ഹരിയാണെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ കൊണ്ടുപോയി നിർത്ത്. പ്രശ്നം തീർന്നില്ലേ? ഹരിയെ പോലെ ഒരാളെ അല്ല, ഹരിയെ തന്നെയാണ് എനിക്ക് ആവശ്യം. അല്ലെങ്കിൽ ഇത്രയും കാലം എന്റെ പെങ്ങൾ കാത്തിരുന്നത് വെറുതെയാവും. നിങ്ങൾ നോക്കിയോ, കളി ഞാനൊന്ന് മാറ്റി കളിക്കാൻ പോവാം. ട്രെയിനിൽ അവർക്ക് ശരിയായില്ല. ഇതെവിടെയാ? ഇതാണ് ഹരിയുടെ വീട്. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. പപ്പനോട് എല്ലാവരും ഗുരുമന്ദിറിൽ കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുക. ഹരി ഇവിടെ കാണും. വാ. അതാണ് ഹരി, ഹരീന്ദർ സിംഗ്. ഇതാണോ നിന്റെ പെങ്ങള്? അതെ. നീ വിഷമിക്കണ്ട അച്ചു. നിന്നെ പോലും കണ്ടില്ല എന്ന് വെക്കണമെങ്കിൽ അതിന് വലിയ എന്തെങ്കിലും കാരണം അവനുണ്ടാവും. അല്ലാതെ എല്ലാവരെയും വിളിച്ചു നിർത്തി സത്യങ്ങൾ തുറന്നു പറയാൻ പലതവണ വിചാരിച്ചതാ. പക്ഷെ ഹരിയുടെ ഈ ഒളിച്ചു കളിക്ക് പിന്നിലെ കാരണം അറിയാതെ നീ കണ്ടോ, അവനെ നമ്മൾ തിരിച്ചു കൊണ്ടുപോകും. നമ്മുടെ പഴയ ഹരിയായി തന്നെ. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം അവിടെയാ, ഹരീന്ദർ സിംഗിന്റെ ആ വീട്ടിൽ. അവിടുന്ന് വേണം നീ തുറന്ന്. എന്റെ അവസ്ഥ മനസ്സിലാക്കാൻ ഭാഷല്ലാതെ വേറെ ആരാ ഇവിടെ ഉള്ളത്? അതുകൊണ്ട് മാത്രം പറഞ്ഞതാ. വേറെ ഒരു നിവൃത്തിയില്ലാത്തോണ്ടാ. ആരോരും ഇല്ലാതെ അവളെ നാട്ടിൽ എങ്ങനെ നിർത്താൻ പറ്റുക? അതാ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞത്. സാരമില്ല, അവൾ അഡ്ജസ്റ്റ് ചെയ്തോളൂ. കഷ്ടപ്പാട് ഞങ്ങളുടെ കൂടെ പറപ്പ. കാർത്തിയുടെ വീട്ടിൽ കിടക്കാനൊരു ഇടം കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം. എല്ലാം ശരിയാവും. എല്ലാം മാഷയുടെ മിടുക്ക് പോലെ ഇരിക്കും. ഞാൻ പറഞ്ഞു തന്ന പോലെ ചെയ്താൽ മാത്രം മതി. ഈ 5 അടി പൊക്കത്തില് 7 അടി കുരുട്ടുബുദ്ധിയാണല്ലേ? ദാൽ ഫ്രൈ തിന്നാ നടന്ന് തൂറാന യോഗം. എന്തോ സംഭവമുണ്ട്.
എനിക്കിനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. തുജെ ദേഖാ തോ യേ ജാനാ സനം. ആസനമല്ല, ഇന്ന് വെട്ടി പൊളിക്കും. മല്ലു വരുന്നുണ്ട്, കൂടെ ആ തള്ളയും പിള്ളേരും ഉണ്ട്. ആരെങ്കിലും എന്തെങ്കിലും കണ്ണെന്തിനും ഒപ്പിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ ഇവിടുന്ന് സ്ഥലം വിട്ടോ, ഇല്ലെങ്കിൽ അവരുടെ മുമ്പ് വെച്ച് അവൻ നിങ്ങളെ തല്ലിക്കൊല്ലും. അയ്യോ, സത്യമായിട്ട് തന്നെ അന്വേഷിച്ചുള്ള വരവ് തന്നെയാ. വരവ് കണ്ടറിയാം. നീ ഇത് പേടിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഈശ്വര, ഞാൻ ഇനി എവിടെ പോയി വിളിക്കും? എന്റെ നെഞ്ചത്താണ് അവർ വിളിക്കുന്നത്. വാ. പോടാ. അയ്യോ, ഇവിടെ പറ്റുമോ? ഇവിടെ പറ്റില്ല. അയ്യോ, എവിടെയെങ്കിലും പോയി വിളിക്കണം. പ്രണാമം മാതാജി. ഹാ ബേട്ട, അവനെവിടെ? അവനിവിടെ ഇല്ലെന്നാണ് എന്റെ ഒരു നിഗമനം. നിങ്ങൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ തന്നെ അനുമാനിക്കാം, അല്ലേ? അല്ലേ? അല്ലാം. അവനെ വിളിക്കേ. ആ ഡാ, ദേ അമ്മ വിളിക്കണോ? നീ ഒളിച്ചിരിക്കാണോടാ? എടാ, നിന്നെ കാണാൻ എല്ലാരും ഉണ്ടടാ, ഇറങ്ങി വായോ. എവിടെയാണാവോ? വരൂ, വാ. ഒന്നുമില്ല, വാ. അമ്മ വിളിക്കണോ? വരൂ, പ്ലീസ് പ്ലീസ്. നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിനക്കെങ്കിലും ഇത്തിരി പക്വതയും കണ്ണിച്ചോരയും ഉണ്ടാവുമെന്നാ ഞാൻ വിചാരിച്ചത്. എന്നിട്ടിപ്പോ നീ കൂടി. അമ്മേ, അരുത്. അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. വേണ്ട വേണ്ട, ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ. നീ ഇനി ഒന്നും പറയണ്ട. എവിടെ അവള്? അയ്യോ, സത്യമായിട്ടും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല. അമ്മേ, എനിക്ക് പാപ്പ് തരണം. പോട്ടെ, സംഭവിച്ചെല്ലാം സംഭവിച്ചു. ഇനി വന്നതിന്റെ ബാക്കി നോക്കാം. എന്റെ കാര്യം രക്ഷപ്പെട്ടു. ഇനി നിന്റെ കാര്യം, അത് നീ എങ്ങനെയെങ്കിലും ശരിയായി. ഇനി ചെവിയിൽ കുനുകുനാന്ന് പറയണ്ട. അനി എവിടെ? അവനെ കാണാനാ ഞാൻ വന്നത്. അല്ലെങ്കിലും ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ അത്? ഇവിടെ ഇത്ര ആണുങ്ങൾ താമസിക്കുന്ന ഒരു വീട്ടില് പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചിനെ തനിച്ച് താമസിപ്പിക്കാന്ന് വെച്ചാ അവനെവിടെ? അനി, എന്റെ കാര്യം ഞാൻ ഒറ്റയ്ക്ക് ശരിയാക്കണല്ലേ? നിന്റെ കാര്യം എപ്പ ശരിയായി തരാം. ഇതാണ് അമ്മ. മോളുടെ സാധനങ്ങളൊക്കെ എടുത്തോളൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അമ്മേ, അത് നീ ഒന്നും പറയണ്ട. എനിക്കുണ്ട് ഈ പ്രായത്തില് പെൺകുട്ടികള്. ഇവളെ ഞാൻ കൊണ്ടുപോകും. മോള് വാ. ഇവരെല്ലാം ഉണ്ട് അവിടെ. പിന്നെ അനിയെന്നും വരുമല്ലോ. എന്താ അമ്മേ ഇത്? ഇവളെ കാണാനല്ലേ വന്നത്? ഇങ്ങനെ ഒന്നും ആലോചിക്കാതെ. ഒന്നും ആലോചിക്കാനില്ല. നീ ഇതിൽ ഇടപെടണ്ട. ഞാൻ തീരുമാനിച്ചു. വാ മോളെ, വാ. अकाल मूरत अजूनी सैभंग गुर प्रसाद जप आद सच जुगाद सच है भी सच नानक हो सीवी सच सोचे सोच न होवई जे सोचे लखवार भुखिया भुख न उतरी जे बन्ना पूरिया पार सहस स्यान पा लख होता एक न चले नाल कि वह सचियारा होइए कि वह कुड़िया टुटे पाल नानक लिखे
വാ ചേച്ചി. ചേച്ചി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. എന്റെ കല്യാണത്തിന് ഇത്ര ഇടണേ. ഒന്ന് പോടി, അവളുടെ ഒരു കല്യാണം. നിങ്ങളുടെ പയ്യ എന്താ കല്യാണം കഴിക്കാത്ത? ഞങ്ങളെല്ലാം കെട്ടിച്ചു വിട്ടിട്ടെ പയ്യെ കല്യാണം കഴിക്കുന്ന. ഏത് ഈ പൊടിക്കുപ്പിയുടെ കൂടെ കഴിഞ്ഞിട്ടോ? ചേച്ചി എന്താ കല്യാണം കഴിക്കാത്ത? എനിക്കറിയാലോ ചേച്ചിക്ക് വേറൊരാളെ ഇഷ്ട അല്ലേ? ചെറുപ്പത്തിൽ അച്ഛനും അമ്മാവനും കൂടി പറഞ്ഞു വെച്ചതാ. ആളുടെ രൂപം കൂടി ഓർമ്മയില്ല. ഞാൻ വേറെ കേട്ടു. എന്നാ ഞങ്ങളുടെ ഭയ്യ ആയാലോ? അതിന് ഞാൻ പഞ്ചാബി അല്ലല്ലോ. ഞങ്ങളുടെ അമ്മയും പഞ്ചാബി അല്ലല്ലോ. അത് ഞാൻ മാത്രം തീരുമാനിച്ചാ മതിയോ? ഇവിടെ എല്ലാവർക്കും സമ്മതമുണ്ട്. ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ ഭയ